ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൽ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണ്? ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അവർ സ്ഥലങ്ങളുടെയൊക്കെ വില കണ്ടമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഏറ്റവും ലോവർ ലെവലിലുള്ള മിഡിൽ ലെവലിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന പ്രശ്നം ഹൗസിംഗ് പ്രോബ്ലംസ് ആണ്. ഈ ഹൗസിംഗ് പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടിയാണ് കോർപ്പറേറ്റീവ് ഹൗസിംഗ് അല്ലെങ്കിൽ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് രംഗപ്രവേശനം ചെയ്തത്. ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് മെയിനായിട്ട് ടു സോൾവ് ഹൗസിംഗ് പ്രോബ്ലംസ് ഓഫ് പേഴ്സൺ ബിലോങ്ങിങ് ടു ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ്. സാധാരണക്കാരുടെ ഹൗസിംഗ് പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൗസിംഗ് സൊസൈറ്റീസ് രൂപം കൊടുത്തിട്ടുള്ളത്. ആളുകളൊക്കെ എന്ത് ചെയ്തു? ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാനും സ്ഥലം മേടിച്ച് സ്ഥലം വാങ്ങിക്കാനും ഒക്കെ എന്ത് ചെയ്തു? ബുദ്ധിമുട്ട് നേരിടുന്നത് ഇന്ന് പരിഹാരം കാണാനാണ് ഹൗസിംഗ് സൊസൈറ്റീസ് രൂപം കൊടുത്തിട്ടുള്ളത്. ഹൗസിംഗ് സൊസൈറ്റീസ് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് അർബൻ ഏരിയയിലാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് ഓഫ് ദി ഹൗസ് സെക്യൂർ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ ഒബ്റ്റൈനിങ് അക്കോമഡേഷൻ അറ്റ് ഫെയർ ആൻഡ് റീസണബിൾ റെൻറ്റ്. റീസണബിൾ റെൻറ്റിൽ, ഫെയർ ആയിട്ടുള്ള റെൻറ്റിൽ നമുക്ക് അക്കോമഡേഷൻ, ഹൗസിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ പ്രത്യേകത. ഹൗസിംഗ് സൊസൈറ്റിയുടെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണ്? ആളുകളുടെ ജനസംഖ്യ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ആളുകൾക്ക് ലഭ്യമായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ലാൻഡ് റിസോഴ്സസിൻ്റെ ആ റിസോഴ്സസ് ഉപയോഗിക്കുന്നത്, റിസോഴ്സസിൻ്റെ അഭാവം, പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഭൂമി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് പരിഹരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഹൗസിംഗ് എക്കണോമൈസ് ദി കൺസ്ട്രക്ഷൻ കോസ്റ്റ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റിന് എന്ത് ചെയ്യുന്നു? ചിലവ് ചുരുക്കാൻ സാധിക്കുന്നുണ്ട് ഈ കോപ്പറേറ്റീവ് ഹൗസിങ്ങിലൂടെ. കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഹൗസിങ്ങിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ഇൻക്രീസ് ദി നമ്പർ ഓഫ് മൈക്രോ ഫാമിലീസ്, റെഡ്യൂസ് ദി പ്രൈസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ പ്രൈസ് കുറച്ച് കൊടുക്കാൻ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി സാധിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെ ഡയറക്റ്റ് എൻഗേജ് ഏർപ്പെടുകയാണ് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ മാനുഫാക്ചറിനൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ ഹൗസിങ്ങിൻ്റെ കോസ്റ്റ്, കൺസ്ട്രക്ഷൻ കോസ്റ്റൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇൻക്രീസ് ദി നമ്പർ ഓഫ് മൈക്രോ ഫാമിലി. ഇപ്പോൾ ആളുകളൊക്കെ ന്യൂക്ലിയർ ഫാമിലീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ന്യൂക്ലിയർ ഫാമിലീസായി മാറിക്കൊണ്ടിരിക്കുന്നതും ഈ ഒരു കോപ്പറേറ്റീവ്സ് മൂവ്മെൻറ്റിൻ്റെ ആവശ്യകതയിലേക്കാണ് വെളിച്ചം വിതറുന്നത്. ഡെവലപ്ഡ് ഹൗസ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ്. പുതിയ തരം ടെക്നിക്സ്, ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ ഹൗസ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ഈ ഒരു കോപ്പറേറ്റീവ് ഹൗസിങ്ങിൻ്റെ പ്രത്യേകതയാണ്. കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഫസ്റ്റ് ആരംഭിക്കുന്നത് 1909 ബാംഗ്ലൂരാണ്. നോ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് ഇൻ ട്രാവൻകൂർ കൊച്ചിൻ ഏരിയ. ട്രാവൻകൂർ കൊച്ചിൻ ഏരിയയിൽ കേരളത്തിലാണെങ്കിൽ കോപ്പറേറ്റീവ്സ് ഉണ്ടായിരുന്നില്ല, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. മലബാർ ഏരിയയിൽ, എക്സിസ്റ്റഡ് ഇൻ മലബാർ ഏരിയയിൽ മാത്രമായിരുന്നു കോപ്പറേറ്റീവ്സ് ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് 1970 കൊച്ചിയിൽ കേന്ദ്രമായി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ഫെഡറേഷൻ രൂപം കൊള്ളുന്നത്. അപ്പം അതിനുശേഷം ആണ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നത് താലൂക്ക് ലെവൽ അല്ലെങ്കിൽ ബ്ലോക്ക് ലെവലാണ്.
അത് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഓർഗനൈസ്ഡ് ഇൻ മുനിസിപ്പൽ അല്ലെങ്കിൽ സെമി അർബൻ റൂറൽ ഏരിയാസിൽ ആരാണോ നീഡായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യകത ഉള്ള ഹൗസിങ്ങിൻ്റെ ആവശ്യകത നമ്പർ ഓഫ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഹൗസിംഗ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഹൗസിങ്ങിൻ്റെ ആവശ്യകതയുള്ള ആളുകളിലേക്ക് ഇടയിലേക്കാണ് ഈ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് പ്രവർത്തിക്കുന്നത്. മുനിസിപ്പാലിറ്റി, ടൗണ് അല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ താലൂക്ക്, ഈ അടിസ്ഥാനത്തിൽ ഇതാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിക്കൊണ്ടാണ് ഈ പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് 9 മെമ്പർ മാനേജിങ് കമ്മിറ്റി ഉണ്ടാവുക. അത് 2 മെമ്പേഴ്സ് സീറ്റ് എന്താണ് റിസർവ്ഡ് ഫോർ SC/STയും വുമണും വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം തന്നെ എന്താണ്? പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് എന്നുള്ളതാണ്. പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ദേശം ഫോം ചെയ്തത് തന്നെ എന്തിനു വേണ്ടിയാണ്? ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്ന് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ആയിരിക്കും വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ന്യൂ ഹൗസിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ റിനോവേഷൻ എന്ത് ചെയ്യുക, നിലവിലുള്ള ഹൗസിനെ റിപ്പയർ ചെയ്തിട്ട് ഉപയോഗപ്പെടുത്തുന്നതിനായിരിക്കാം. അപ്പോൾ ഇതിനൊക്കെയും ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ കോപ്പറേറ്റീവ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഹൗസിംഗ് സൊസൈറ്റീസിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. പിന്നെ മാക്സിമം എമൗണ്ട് 5 lakh ആണ്, അല്ലെങ്കിൽ 80% കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ 36 times ഓഫ് മന്ത്ലി ഇൻകം വിച്ച് എവർ ഈസ് ലെസ്. ഇതിലേതാണോ ലെസ് അതാണ് മാക്സിമം എമൗണ്ട് 5 lakh, അല്ലെങ്കിൽ 80% കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓർ 36 times ഓഫ് മന്ത്ലി ഇൻകം വിച്ച് എവർ ഈസ് ലെസ്. ഇതാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് കൊടുക്കാവുന്ന ലോൺ. ഇതിൻ്റെ റീപേയ്മെൻറ്റ് പീരീഡ് വിത്തിൻ 20 years, 20 yearsൻ്റെ ഉള്ളിൽ റീപേ ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ് ഈ ഒരു ലോങ് ടേം ലോണിൻ്റെ പ്രത്യേകത. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ, ഹൗസ് ഫെഡ്, ഈ കോപ്പറേറ്റീവ്സിനൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു അപെക്സ് സൊസൈറ്റി ആയിട്ടാണ് 1970 ഹൗസ് ഫെഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ആരംഭിക്കുന്നത്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണ്. ഇത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി കോപ്പറേറ്റീവ്സ് ആയിട്ടാണ് എന്ത് ചെയ്തത്, തുടങ്ങിയത്. ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എൻ്റയർ സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. കേരളത്തിൽ മൊത്തമാണ് അതിൻ്റെ പ്രവർത്തന മേഖല പരിധി. ഇത് ഓർഗനൈസ് ചെയ്തത് ഒബ്ജക്റ്റ് ഓഫ് പ്രൊവൈഡിങ് ലോങ് ടേം ലോൺസ് ടു മെമ്പർ സൊസൈറ്റീസ്. മെമ്പർ സൊസൈറ്റീസിന് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ആരംഭിച്ചത്. മാത്രമല്ല ടു അണ്ടർടേക്ക് മാനുഫാക്ചറിങ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് മാനുഫാക്ചർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ലഭ്യമാക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കൂടി പ്രവർത്തനങ്ങൾ ഈ ഹൗസിംഗ് ഫെഡറേഷൻ്റെ ഭാഗമാണ്. മെമ്പർഷിപ്പ് പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ്സിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമാണ് ഇതിൽ മെമ്പറാകാൻ കഴിയുക. ഈ ഹൗസ് ഫെഡിൽ മെമ്പറാകാൻ കഴിയുക ഒന്നുകിൽ പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കണം. ഇവർ രണ്ടുപേർക്കും മാത്രമാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫെഡറേഷനിൽ മെമ്പർഷിപ്പ് ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 50 crore വരെയാണ് ഇതിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. ബോറോയിങ് ഫ്രം LIC, ഹഡ്കോ ആൻഡ് നേഷ ഹൗസിംഗ് ബാങ്ക്, ഇവിടെ നിന്നൊക്കെയുള്ള ബോറോയിങ്സ് ആണ് ഇവരുടെ ലെൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ഇതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 22 മെമ്പേഴ്സുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് മാനേജ്മെൻറ്റ് നിർവഹിക്കുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റൈസ് ഫണ്ട്സ് ആൻഡ് ഗ്രാൻഡ് ലോൺസ് എന്നുള്ളത്. ഹൗസിംഗ് ഫെഡറേഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷൻ ഓഫ് ഹൗസിംഗ് ഫെഡറേഷൻ ഇസ് ടു റൈസ് ഫണ്ട്സ്, ഗ്രാൻഡ് ലോൺ ടു ഓൾ ടൈപ്സ് ഓഫ് അഫിലിയേറ്റഡ് ഹൗസിംഗ് സൊസൈറ്റീസ്. ഇത് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഹൗസിംഗ് സൊസൈറ്റീസിനും
ലോൺ പ്രൊവൈഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവയുടെ മെയിനായിട്ടുള്ള ധർമ്മ ഫങ്ഷൻ. അതിന് ഉപയോഗപ്പെടുത്തുന്ന ബോറോയിൻസ് നമ്മൾ പറഞ്ഞു, LICയുടെ ബോറോയിൻസ്, LIC നിന്നും ഹഡ്കോയിൽ നിന്നും NHB എന്നൊക്കെയുള്ള മറ്റ് ഫിനാൻസിങ് ഏജൻസീസ് നിന്നൊക്കെയുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്തിട്ടാണ് അവിടെ നിന്നൊക്കെ ലോണിന് അഡ്വാൻസസ് നമുക്ക് ലഭ്യമാണ്, ഫെഡറേഷൻ ലഭ്യമാണ്. ആ ഫെഡറേഷൻ അതാണ് എന്ത് ചെയ്യുന്നത്, ലോണായിട്ട് മറ്റുള്ള സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. ഇത് കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ടോ പർച്ചേസ് ന്യൂ ഹൗസിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കാം. അതൊരു 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് 30%, 40%, 30% എന്നിങ്ങനെ 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഈ ലോണ് പ്രൊവൈഡ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഫെഡറേഷൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, ഒന്ന് ലോങ് ടേം ആയിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. 2 മാനുഫാക്ചറിങ് മെറ്റീരിയൽസ് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് എവിടെ നിന്ന് മൊബിലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ LIC നിന്ന്, ഹഡ്കോ നിന്ന്, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, മറ്റ് ഫിനാൻസിങ് ഏജൻസീസ് നിന്നൊക്കെ ഫണ്ട് മൊബിലൈസ് ചെയ്തിട്ട് അതാണ് ലോണായിട്ട് ഈ ഒരു കോപ്പറേറ്റീവ്സ് കൊടുക്കാറ്. ഈ കോപ്പറേറ്റീവ്സിൻ്റെ ഫെഡറേഷൻ കൊടുക്കാറ്. അപ്പോൾ ഹൗസിംഗ് സൊസൈറ്റീസിൻ്റെ ഫെഡറേഷനായിട്ടുള്ള ഹൗസിംഗ് ഫെഡറേഷൻ്റെ മറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ലോണിന് പുറമെ സബ്സിഡി പോലുള്ളവയും കൂടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫർണിച്ചർ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സബ്സിഡികളും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്ന രീതി ഫെഡറേഷൻ ഉണ്ട്. ഇതിൻ്റെ ഫെഡറേഷൻ അല്ലെങ്കിൽ ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് ക്യാൻ ബി ഡൺ ഓൺ ലാർജ് സ്കെയിൽ. ഇതിലൊക്കെ ആർക്കിടെക്ചറും പ്ലാനിങ്ങും ലാർജ് സ്കെയിൽ രീതിയിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിനായിട്ടുള്ള ഒരു ഗുണം. അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് അറ്റ് എക്കണോമിക്കൽ റേറ്റ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ബിൽഡിംഗ് മെറ്റീരിയൽ ലഭ്യമാക്കാനുള്ള പദ്ധതികൾ ഈ ഒരു കോപ്പറേറ്റീവ്സിന് ഉണ്ട്. അപ്പോൾ ആ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്താണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റ് ലഭിക്കുന്നത് ഇതൊരു മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. പ്രോഫിറ്റ് ഓഫ് മിഡിൽ മാൻ അല്ലെങ്കിൽ സ്പെക്കുലേറ്റേഴ്സ് ക്യാൻ ബി എലിമിനേറ്റഡ്. നമ്മുടെ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്പെക്കുലേറ്റേഴ്സ്, ഊഹക്കച്ചവടക്കാർ അല്ലെങ്കിൽ ഇടനിലക്കാരുടെ കൊള്ള ലാഭം എടുക്കുന്ന പരിപാടിയാണ്. ഈ കൊള്ള ലാഭം എടുക്കുന്നതിനെ തടയുന്നുണ്ട് ഈ തരത്തിലുള്ള ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് വരുന്നത്. പിന്നെ ഇതിന് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതിൻ്റെ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് അക്കോർഡിംഗ് ടു അപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ്സ്, ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചായിരിക്കണം. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണമായിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ ലോ കോസ്റ്റ് ആയിരിക്കും. മറ്റുള്ള ഹൗസിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി വരുന്ന ചിലവൊന്നും തന്നെ കാരണം ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ലോ കോസ്റ്റായാൽ മാത്രമേ അവർക്ക് ഹൗസുകൾ സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ലോ കോസ്റ്റുള്ള ഹൗസുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു അഡ്വാൻറ്റേജ്. അതുപോലെ ഇതിന് ഫെസിലിറ്റി ടു പേ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടില്ല, പേയ്മെൻറ്റ് ഒന്നിച്ചടക്കേണ്ടി വരുന്നില്ല. നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിക്കൊണ്ട് ലോണിൻ്റെ തിരിച്ചടവ് അടച്ചാൽ മതിയാകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് കൂടി ഈ ഒരു ഹൗസിംഗ് കോപ്പറേറ്റീവ്സിന് ഉണ്ട്.
മറ്റൊന്ന് സോൾവ് പ്രോബ്ലംസ് ഓഫ് ഹൗസിങ് ഷോർട്ടേജ്. ഹൗസിൻ്റെ ഷോർട്ടേജിൻ്റെ പ്രോബ്ലം പരിഹരിക്കാനും ഇതുവഴി സാധിക്കുന്നു. അതായത് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഹൗസുകൾ ഉണ്ടാക്കാൻ കഴിയുന്നതോടുകൂടി ഹൗസിങ് ഷോർട്ടേജ് എന്നുള്ള പ്രശ്നം പരിഹരിക്കാൻ ഈ കോപ്പറേറ്റീവ് ഹൗസിങ് സൊസൈറ്റിക്ക് സാധിക്കുന്നു. ദെൻ കമ്മ്യൂണിറ്റി ലിവിങ്, ആളുകളുടെ കമ്മ്യൂണിറ്റി ലിവിങ് എന്നുള്ള രീതിയിലായിരിക്കും അധികം കോപ്പറേറ്റീവ് ഹൗസിങ് സൊസൈറ്റീസും പ്രവർത്തിക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്ന ഇടയിലുള്ള ഒരു ഹൗസിങ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ആയിക്കൊണ്ട് ആണ് അവർ ജീവിക്കുന്നത്. ഈ ഹൗസിങ് സൊസൈറ്റീസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഹൗസിങ് സൊസൈറ്റീസിന് ഒരുപാട് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതിനൊരുപാട് ഫിനാൻസ് ആവശ്യമുണ്ട്. പക്ഷെ അതിൻ്റെ ഫിനാൻസ് ബേസ് എന്ന് പറയുന്നത് വീക്കാണ്. മറ്റ് നമ്മൾ കൊമേഴ്സ്യൽ ബാങ്കുകളെ പോലെ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബേസുള്ള സ്ഥാപനങ്ങളല്ല ഹൗസിങ് സൊസൈറ്റീസ്. ദെൻ മറ്റൊന്ന് ഹൈ ഇലാസ്റ്റിസിറ്റി ഇൻ പ്രൈസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. ബിൽഡിംഗ് മെറ്റീരിയൽസിന് ഹൈ ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഉറപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ പ്രൈസിൻ്റെ ഹൈ ഇലാസ്റ്റിസിറ്റി അത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ്. ഈ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ പ്രൈസ് എന്ത് ചെയ്യപ്പെടാം, കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് എന്താണ്, ഹൈ ആണ്. അപ്പോൾ അതും അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ റെൻ്റ് കൊടുക്കുന്ന ഹൗസസ് ചില ആളുകൾ സബ്ലെറ്റിങ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഹൗസിംഗ് യൂണിറ്റുകൾ സബ്ലെറ്റ് ചെയ്യുന്നതും ഈ കോപ്പറേറ്റീവ്സ് ഹൗസിങ്ങിൻ്റെ മറ്റൊരു പ്രോബ്ലമാണ്. ആളുകൾ സബ്ലെറ്റിങ്ങിന് കൊടുക്കുന്നത്. അത് അതിൻ്റെ ഉദ്ദേശം എന്താണ്, എല്ലാവർക്കും ചെറിയ വിലക്ക് ചെറിയ കോസ്റ്റിൽ ജീവിക്കാനുള്ള സാഹചര്യം വീട് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പർപ്പസിന് ആ ഉദ്ദേശത്തിനെതിരായിക്കൊണ്ട് സബ്ലെറ്റിംഗ് ചെയ്യുന്ന പരിപാടികളുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ മറ്റൊരു പ്രോബ്ലമാണ്. ദെൻ ലാൻഡിൻ്റെ നോൺ അവൈലബിലിറ്റി. ഈ വീടുണ്ടാക്കി കൊടുക്കാൻ എവിടെയാണ് ലാൻഡ് ഉള്ളത്? ലാൻഡിൻ്റെ അഭാവം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ദെൻ ഓവർ ഡ്യൂസ്. ഈ ആളുകൾ ഫുൾ പേയ്മെൻറ്റ് നടത്താതിരിക്കുന്ന ഒരവസ്ഥ ഈ ഒരു ഹൗസിംഗ് കോപ്പറേറ്റീവ്സും നേരിടുന്നുണ്ട്. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും നേരിടുന്ന ഓവർ ഡ്യൂസിൻ്റെ പ്രശ്നം തന്നെ ഈ ഒരു ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് നേരിടുന്നുണ്ട്. ദെൻ ഡിഫിക്കൽട്ടി ടു കോർഡിനേറ്റ്. ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ അപെക്സ് സൊസൈറ്റീസ് എന്നുള്ള നിലക്ക് ഫെഡറേഷന് എല്ലാ സൊസൈറ്റീസിൻ്റെയും വർക്കിങ്ങിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ദെൻ മറ്റൊന്ന് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ആണെന്നുള്ളത്. ഏതൊക്കെ ടൈപ്സ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ആണ് നമ്മുടെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റീസ്. എന്താ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ? ഇത് ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ടൈപ്സ് ആണ്. ഇതിന് ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യാണ്, ലോൺ കൊടുക്കുന്നത് ഒരു 20 years പീരീഡുള്ള ലോൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലോൺ കൊടുത്തുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആ സൈറ്റ് സെക്യൂരിറ്റി ആയിക്കൊണ്ടാണ് ലോൺ കൊടുക്കുന്നത്. അവിടെ ഉള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളവർക്കുള്ള ഗുണം എന്ന് പറയുന്നത് അവർക്ക് ജോയിൻറ്റ് പർച്ചേസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇതിൽ മെമ്പേഴ്സിന് ചെയ്യാമെന്നുള്ളതാണ്. മെമ്പേഴ്സിന് ജോയിൻ്റ് ആയിക്കൊണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനും അത് ഉപയോഗിച്ചുകൊണ്ട് വീട് കൺസ്ട്രക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നു, അണ്ടർടേക്ക് ദി കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഓൺ ബിഹാഫ് ഓഫ് ദി മെമ്പേഴ്സ്.
മെമ്പേഴ്സിന് വേണ്ടി വീട് ഉണ്ടാക്കുന്ന പണി ആര്, ഹൗസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്നുള്ള പണി ആര് ഏറ്റെടുക്കുന്നു? സൊസൈറ്റി ഏറ്റെടുക്കുന്നു. സൊസൈറ്റി അക്വയർ ലാൻഡ്, കൺസ്ട്രക്ട് ഹൗസ് ഓൺ കോളനി ബേസിസ് ആൻഡ് ഗിവിങ് സഫിഷ്യൻറ്റ് സ്പേസ് ഓഫ് റോഡ്, ഗാർഡൻ, പ്ലേഗ്രൗണ്ട് ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റോഡും വീടും എല്ലാം ആയിട്ടുള്ള പണി ആര് ചെയ്യുന്നു? ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ കൺസ്ട്രക്റ്റഡ് ഹൗസുകൾ ആളുകൾക്ക് വിൽക്കുകയാണ് ചെയ്യുക. ദെൻ മറ്റൊന്ന് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റീസ്. ഇത് പാർട്ണർഷിപ്പ് ടെനൻസി സിസ്റ്റത്തിലുള്ള ഒരു രീതിയാണ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ അക്വയർ ചെയ്യുന്നു, കൺസ്ട്രക്ട് ചെയ്യുന്നു, റെന്റ് ദം ടു മെമ്പേഴ്സ്. ഇത് റെന്റഡ് ആയിട്ട് കൊടുക്കുന്നു. ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റീസ് എന്ത് ചെയ്യാണ്? കൺസ്ട്രക്ട് ചെയ്ത ഹൗസുകൾ റെന്റഡ് ആയിട്ട് കൊടുക്കുന്നു. ഓർ ദി ഹയർ പർച്ചേസ് സിസ്റ്റം, അല്ലെങ്കിൽ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ കൊടുക്കുകയാണ്. ഈ 20 ഇയേഴ്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് അതിൻ്റെ ഓണറായി മാറാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ഉള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ഹൗസ് എന്നതിൻ്റെ പൊസിഷൻ ഓഫ് മെമ്പേഴ്സ് ബിൽഡിംഗ് ഈസ് ഓൺഡ് സൊസൈറ്റിയുടെ ഓണർഷിപ്പിലായിരിക്കും 20 വർഷക്കാലം ആ ഹൗസ് നിലകൊള്ളുക. ടെനൻസി ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, ഇത് റെൻ്റൽ തന്നെയാണ്. അവിടെ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. കാലാകാലം റെൻ്റലായിട്ട്, അത് ഭൂമി അക്വയർ ചെയ്യുന്നതും കൺസ്ട്രക്ട് ചെയ്യുന്നതൊക്കെ ആര് തന്നെ? കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെ. പക്ഷേ അത് പ്രൊവൈഡ് ചെയ്യുന്നത് റെൻ്റൽ ബേസിസിൽ മാത്രമാണ്. അത് എത്ര കാലം റെൻ്റ്, എത്ര ഒരു ഫിക്സഡ് റെൻ്റ് എല്ലാ കാലത്തും അടച്ചുകൊണ്ട് ഹൗസ് അവർക്ക് എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത. സൊസൈറ്റി മെമ്പറും തമ്മിൽ ഹൗസ് ഓണർ ടെനൻറ്റ് ബന്ധമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ടെനൻസി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. ഇതുവഴി നമ്മൾ ഈ ലാൻഡ് ലോഡും അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ, ലാൻഡ് ലോഡ് വഴി ഉണ്ടായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനൊക്കെ കുറക്കാൻ സാധിക്കുന്നു. ഒരു ഫെയർ റെൻ്റൽ റെസിഡൻഷ്യൽ ഹൗസ് അതിൻ്റെ ആ ഒരു ലഭ്യത ഉറപ്പെടുത്തുന്നു. റെസിഡൻഷ്യൽ ഹൗസിൻ്റെ ഷോർട്ടേജ് ഇല്ലാതാക്കുന്നു. ഇതൊക്കെയാണ് ടെനൻസി ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് കൊണ്ടുള്ള ഗുണം. പിന്നെ കോപ്പറേറ്റീവ് ടൗൺഷിപ്പ്, ഒരു ടൗൺഷിപ്പ് തന്നെ ഉണ്ടാക്കുക. അതായത് കോപ്പറേറ്റീവ്സിൻ്റെ ഒരു കോളനി, കോപ്പറേറ്റീവ് ഹൗസുകളുടെ ഒരു കോളനി ഉണ്ടാക്കിക്കൊണ്ടാണ് ചില കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കാറ്. അത്തരത്തിൽ കോളനികളിൽ ഉണ്ടാക്കി അവിടെ ഹൗസുകളിൽ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ റെൻ്റിൽ എടുക്കാനോ ഉള്ള പ്രൊവിഷൻ ഉണ്ടാവുകയാണ് അവിടെ ചെയ്യുന്നത്. അവർ ആ ഒരു ടൗൺഷിപ്പിൽ റോഡ്, പാർക്ക്, ഡ്രെയിനേജ്, സീവേജ്, വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, സ്കൂൾ, ഹോസ്പിറ്റൽ ഇതൊക്കെ അതിൽ വരും. ഇത് പിന്നെ അതുപോലെ ടൗൺഷിപ്പ് ഫോം ചെയ്തത് ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് രജിസ്റ്റർ ആയിരിക്കാം, കോ പാർട്ണർഷിപ്പ് ടെനൻസി ആവാം. രണ്ട് രീതിയിലും ഈ ഒരു ഓണർഷിപ്പ് ടൗൺഷിപ്പ് വർക്ക് ചെയ്യുകയാണ്. അടവാണെങ്കിൽ ആളുകൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ റെൻ്റൽ എടുക്കാം. റെൻ്റൽ എടുക്കുന്നതാണെങ്കിലാണ് ടെനൻസി സിസ്റ്റം എന്ന് വിളിക്കുന്നത്, കോ പാർട്ണർഷിപ്പ് ടെനൻസി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ആ രീതിയിൽ കോ പാർട്ണർഷിപ്പ് ടെനൻസി സിസ്റ്റത്തിലാവാം, അല്ലെങ്കിൽ ഓണർഷിപ്പ് സിസ്റ്റത്തിലും ആവാം. ഇതിൻ്റെ പ്രധാനമായിട്ടും ഓർഗനൈസ് ചെയ്യാറ് പ്രധാനപ്പെട്ട സിറ്റികളിലൊക്കെയാണ്. അവിടെയൊക്കെ അവർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇത്തരം സിറ്റികൾ, ടൗൺഷിപ്പുകൾ ഉണ്ടാക്കുന്ന വഴി അവർക്ക് വലിയ എക്സോർബിറ്റൻ്റ് ആയിട്ട് പ്രൈസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്നും പരിഹാരം ആണ് ഈ ഒരു കോപ്പറേറ്റീവ് ടൗൺഷിപ്പുകൾ എന്ന് പറയുന്നത്. അതിന് കോപ്പറേറ്റീവ് ഹൗസ് മോർഗേജ് ബാങ്ക്സ്, നമുക്ക് ഓൾറെഡി ബിൽഡ് ചെയ്ത ഹൗസുകൾ എന്ത് ചെയ്യാം, ലോണിന് വേണ്ടി ജാമ്യം നൽകിക്കൊണ്ട് മോർഗേജ് ചെയ്തുകൊണ്ട് ലോണ് സ്വീകരിക്കുന്ന രീതിയാണ് മോർഗേജ് ബാങ്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ റിപ്പയർ ചെയ്യുന്ന ഹൗസുകളാണെങ്കിൽ അതും അങ്ങനെ ഈ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിന് റിപ്പയറിന് വേണ്ടിയിട്ട് ലോണ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓൾഡ് ഹൗസസിൻ്റെ കേസിൽ അത് സെക്യൂരിറ്റി എന്തായിട്ട് എടുത്തുകൊണ്ട്, ഹൗസിനെ സെക്യൂരിറ്റി ആയിട്ട് എടുത്തുകൊണ്ട്
ലോൺ കൊടുക്കുന്ന രീതിയാണ് ഈ മോർഗേജ് കോപ്പറേറ്റീവ് ഹൗസ് മോർഗേജ് ബാങ്കുകൾ ചെയ്യുന്നത്. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹഡ്കോ. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1970-ലാണ്. എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് അണ്ടർടേക്ക് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ്, ഫിനാൻസ് ചെയ്യുക എന്നത് വായ്പ നൽകുക, അതുപോലെ തന്നെ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹഡ്കോയുടെ പ്രത്യേകത. അത് ഫിനാൻസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിനെയും ഡെവലപ്മെൻറ്റ് അതോറിറ്റീസിനെ, മുനിസിപ്പൽ കോർപ്പറേഷനെ, സ്റ്റേറ്റ് അപെക്സ് ഹൗസിംഗ് ഫിനാൻസ് സൊസൈറ്റീസിനൊക്കെയാണ് ഇത് ആ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് സഹായിക്കാറ്. നാഷണൽ ഹൗസിംഗ് ബാങ്കാണ് മറ്റൊന്ന്. അത് സെറ്റപ്പ് ചെയ്യുന്ന അണ്ടർ നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് 1987, 1987 നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് അനുസരിച്ചാണ് അത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റ് പ്രിൻസിപ്പൽ ഏജൻസി ടു പ്രൊമോട്ട് ഹൗസിംഗ് ഫിനാൻസ്. ഹൗസിംഗ് ഫിനാൻസ് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു പ്രിൻസിപ്പൽ ഏജൻസിയായി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 250 crore ഉണ്ട്. അപ്പോൾ മോശമില്ലാത്തൊരു സ്ഥാപനമാണ് നാഷണൽ ഹൗസിംഗ്. അത് റിസർവ് ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഹൗസിംഗ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ നാഷണൽ ഹൗസിംഗ് ബാങ്ക് വഴിയാണ്. പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ ഫിനാൻസ്, അതേപോലെ തന്നെ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ, ഇതൊക്കെയാണ് ഇവരുടെ ധർമ്മങ്ങൾ. അപ്പോൾ ഹൗസിംഗ് ബാങ്ക്, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, ഹൗസ് ഫെഡ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.